ഋഷി പറയുന്ന ഓരോ വാക്കുകളും കേൾക്കെ പേടിയോടെ ഉമിനീറക്കി അവനെ നോക്കി ദേവ. അവളുടെ ഹൃദയമിടിപ്പ് കൂടി കൂടി ശ്വാസതാളങ്ങൾ വർദ്ധിച്ചു. അവളുടെ കഴുത്തിലും മൂക്കിൻ തുമ്പിലും വിയർപ്പ് കണങ്ങൾ മുട്ടിട്ടു. അതെല്ലാം കാണെ അവൾ വല്ലാത്തൊരു ഭാവം തെളിഞ്ഞു. അവന്റെ നോട്ടവും പ്രവൃത്തിയും ഒന്നും താങ്ങാൻ കഴിയാതെ പേടിച്ച് പേടിച്ച് പിന്നിലേക്ക് നടന്ന ചുമരിൽ തട്ടി നിന്നു അവൾ. അവളുടെ മുന്നിൽ രക്ഷപ്പെടാൻ ഒരു പിടിവള്ളിക്കായി ആ മുറിയാകെ അലഞ്ഞു. എന്തിനാ ദേവ നീ പേടിക്കുന്നേ? ഞാനല്ലേ, നിന്റെ ഉണ്ണിയേട്ടനല്ലേ? എത്ര തവണ എന്റെ സമ്മതമില്ലാതെ നീ എന്നെ ഉമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ? പേടിക്കണ്ട, വാ. അവളുടെ അടുത്തേക്ക് നടന്നെടുത്തവൻ പറയുന്ന കേൾക്കെ അവൾ വേണ്ടെന്ന പോലെ തലയാട്ടി. എന്നാൽ അവളുടെ കണ്ണുനീരോ എതിർപ്പോ ഒന്നും അവന്റെ ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിന്റെ ലഹരിയിൽ അവൻ കണ്ടതേയില്ല. വാ ദേവാ, നമുക്കൊന്നാവും. ആരും പിന്നെ നമ്മൾ എതിർക്കില്ല, വാ. ഋഷി അവളുടെ അടുത്തേക്ക് അടുത്തുകൊണ്ട് പറഞ്ഞതും കയ്യിൽ തടഞ്ഞൊരു മദ്യക്കുപ്പി എടുത്ത് ചുമരിലടിച്ചു പൊട്ടിച്ചു ദേവ. ആ കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന മദ്യവും പൊട്ടിയ ചില്ല് കഷ്ണങ്ങളും നിലത്തായി ചിന്നിച്ചിതറി. അവൾ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കുപ്പിയുടെ കൂർത്ത ചില്ല് അവന് നേരെ നീട്ടി. നീ നീ എന്നെ കൊല്ലാൻ പോവാണോ ദേവാ? കൊന്നോ. നീ വേറെ ആരുടെയെങ്കിലും ആവുന്നത് കാണുന്നതിന് നല്ലത് ഞാൻ മരിക്കുന്നത് തന്നെയാ. അവൾക്ക് നേരെ നടന്നെടുത്ത് ഒട്ടും ഭയമില്ലാതെ ഋഷി പറയുമ്പോൾ കയ്യിൽ മുറുകെ പിടിച്ച ചില്ല് കഷ്ണം അവളുടെ വയറിലേക്ക് തിരിച്ചു പിടിച്ചവൾ. ഇനി ഒരടി മുന്നോട്ട് വന്നാൽ ദേവിയാണേ സത്യം, ഞാൻ എന്നെ തന്നെ കുത്തി മരിക്കും. ദേവ് ഉറപ്പോടെ പറഞ്ഞതും മുന്നോട്ട് നടക്കാൻ ആഞ്ഞവന്റെ കാല് പിന്നിൽ ദേഹരിക്കുന്ന വെച്ച് അവളെ നോക്കി ഋഷി. ദേവ, നീ എന്തായി കാണിക്കുന്നേ? അത് കളഞ്ഞേ. അവളുടെ കണ്ണിലേക്ക് നോക്കി അല്പം പേടിയോടെയാണ് ഋഷി പറയുമ്പോൾ ദേവയിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന പേടി മാറി ഒരു വിജയച്ചിരി തെളിഞ്ഞു. നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്നെ അങ്ങ് കീഴ്പ്പെടുത്തിയ നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെന്നെ കല്യാണം കഴിച്ചു തരുമെന്നോ? എന്റെ അച്ഛനും ഏട്ടനും നിങ്ങളെ കൊന്നു കുഴിച്ചുമൂടും. ഇത്രയും കാലമായിട്ടും അവരെ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ കരുതുമ്പോൾ ഇവിടെ എന്തേലും സംഭവിച്ച ആരിൽ ചാടി ചാവും എന്നല്ലാതെ നിങ്ങളെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഷ്ടം. ദേവ പറയുന്ന ഓരോന്നും കേൾക്കെ ആകെ തകർന്നതിനെ പോലെ നിന്നുപോയി ഋഷി. ദേവ, എനിക്ക് എനിക്ക് നിന്നെ വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് എന്നോടുള്ളത് പ്രണയമൊന്നല്ല. അങ്ങനെ ആയിരുന്നിൽ നിങ്ങൾ എങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. ഋഷി പറയും മുന്നേ ദേവ പറഞ്ഞു നിർത്തിയതും അവൻ അതേ നിൽപ്പ് തന്നെ നിന്നുപോയി. പെട്ടെന്ന് ഡോറിൽ ആരോ തട്ടും പോലെ തോന്നിയതും രണ്ടുപേരും ഒരുപോലെ അങ്ങോട്ട് നോക്കി. ഞാൻ പോവാ, എന്നെ തടയരുത്. ഡോറിൽ നിർത്താതെയുള്ള മുട്ട് കേൾക്കി ഋഷിയെ നോക്കി അത്രയും പറഞ്ഞ് കയ്യിലുള്ള ചെല്ല് നിലത്തേക്കിട്ട് കണ്ണ് രണ്ട് അമർത്തി തുടച്ച് മുന്നോട്ട് നടന്നു ദേവ. അവളുടെ വിരൽത്തുമ്പിൽ പോലും ഒന്നും തൊടാതെ അവള് പോകുന്ന നോക്കി കട്ടിലിൽ തളർന്നിരുന്നു അവൻ. അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ ലോക്ക് തുറന്ന് ദേവ മുന്നോട്ട് നോക്കിയതും ലച്ചുവിനെ പ്രതീക്ഷിച്ച ദേവയും ഋഷിയും ഒരു ഞെട്ടലോടെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി നിന്നു. മോളെ ദേവ, നീ എന്താ ഇവിടെ? റൂമിൽ ചിന്നിച്ചിതറി കിടക്കുന്ന മദ്യക്കുപ്പിയും കട്ടിലിനടുത്ത് തളർന്നിരിക്കുന്നവനെയും മുടിയെല്ലാം പാറി പറന്ന കൊലത്ത് നിൽക്കും ദേവയും എല്ലാം ഒന്ന് നോക്കി സിറ്റു ആൻറ്റി ചോദിച്ചു. ഞാൻ ലച്ചുവിനെ കാണാൻ വന്ന സിത്തു ആന്റി. മുന്നിലേക്ക് പാറി വന്ന മുടി ചെവിക്ക് പിറകിലേക്ക് വെച്ച് ഡ്രസ് ഒന്ന് ശരിയാക്കിയിട്ട് മുഖത്ത് പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് ദേവ പറയുമ്പോൾ അവളെയും ദൂരെ മാറിയിരിക്കുന്നവരെയും ഒന്നുകൂടെ നോക്കി സിത്തു ആന്റി. ലച്ചു താഴെയല്ലേ ദേവ? നീ എന്താ ഇവിടെ? സിത്തു ചോദിക്കുമ്പോൾ പിന്നിലേക്ക് നോക്കിയവൾ. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരിക്കുന്നവനെ കാണെ അവൾ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. അങ്ങോട്ട് ചെല്ല്, ലച്ചു കോവിലകത്തേക്ക് പോവാൻ ഒരുങ്ങി നിൽപ്പുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദേവയെയും റൂമിൽ കണ്ണുകൾ അടച്ചിരിക്കുന്നവനെയും ശ്രദ്ധിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അവനെയും തിരിഞ്ഞു പോലും നോക്കാതെ താഴേക്ക് നടന്നു ദേവ. അവള് താഴേക്ക് പോകുന്നും അമ്മ തന്റെ മുറിയിലേക്ക് വന്നും എല്ലാം അറിയെ ആ കട്ടിലിൽ മലർന്നു കിടന്ന് കണ്ണുകൾ അടച്ചു ഋഷി. പോവാ ലച്ചു. ലച്ചുവിന്റെ അടുത്തേക്ക് വന്ന് ദേവ പറഞ്ഞതും നീ ഇതെവിടെയായിരുന്നു? നീ പോയെന്ന് കരുതി ഞാൻ. ലച്ചു കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ചോദിച്ചതും അതൊക്കെ ഞാൻ പറയാം, ഇപ്പൊ നീ വാ. ഇനി നിന്നാൽ അമ്മ വഴക്ക് പറയും. കണ്ണും മുഖവും എല്ലാം തുടച്ച് അല്പം ധൃതിയിൽ ദേവ പറഞ്ഞു. ലച്ചുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ മിഴികൾ അവൾ പോലും അറിയാതെ മുകളിലെ മുറിയിലേക്കും ഒന്നുടക്കിപ്പോയിരുന്നു. എനിക്ക് എനിക്ക് അവൾ ഇഷ്ടാണമ്മേ. അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. അമ്മയുടെ മടിയിൽ തലവെച്ച് മനസ്സിലെ വേദനയും പ്രണയവും എല്ലാം കണ്ണുനീരിനാൽ ഒഴുക്കി കളയുകയായിരുന്നു ആ സമയം. ഇനിയൊന്നും ചെയ്യാൻ കഴിയാതെ എല്ലാം കേട്ട് അവന്റെ തലയിൽ മെല്ലെ തലോടി അവന്റെ അമ്മയും. ഡാ മരുമോനെ. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി കവലയിലേക്ക് പോകാനായി ബൈക്കിലേക്ക് കയറുമ്പോഴാണ് പിന്നിലെ നിന്നും ഉറക്കെയുള്ളൊരു വിളി കേട്ടത്. ബൈക്കിലിരിക്കുന്ന സണ്ണിയും അവന് പിന്നിൽ കയറാനായി ഒരുങ്ങുന്ന രുദ്രനും ആ വിളിയിൽ ഒരുപോലെ തിരിഞ്ഞു നോക്കി. കൊള്ളാലോ, ഇങ്ങനെ നിന്നെ ഇപ്പോഴേ മരുമോനായി അംഗീകരിച്ചോ? ഒരു ചെറുചിരിയോടെ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന സിദ്ധു അച്ഛനെ നോക്കി സണ്ണി രുദ്രനോട് ചോദിച്ചതും ഒരു നിശ്വാസത്തോടെ അവനെ നോക്കി രുദ്രൻ. കല്യാണം ഉറപ്പിച്ചത് മുതലേ അങ്ങേര് ഇങ്ങനെയാ എന്നെ വിളിക്കുന്നേ. നാളെ കൂടി കഴിഞ്ഞാൽ ഇനി വിളിക്കില്ലല്ലോ, അതുവരെ വിളിക്കട്ടെ. സിദ്ധുവിനെ നോക്കി നിന്ന് തന്നെ തന്റെ അടുത്തായി നിൽക്കുന്ന സണ്ണിയോട് ഒരു രഹസ്യം പോലെ രുദ്രൻ പറഞ്ഞു. അവരുടെ ചുണ്ടിൽ ആർക്കും മനസ്സിലാവാത്തൊരു പുച്ഛം കലർന്ന ശരിയാണിപ്പോ. നാളെ ഒരു ദിവസം കൂടിയല്ലേ ഈ വിളിയും സ്നേഹം ഉണ്ടാവൂ എന്നൊരു ചിന്തയാണ് അവന്. അതിനിപ്പോ
അവളെ കാണാതെ ആവുന്ന നിമിഷം മുതൽ തന്നിലേക്ക് വരുന്ന ഓരോ 100 ചോദ്യങ്ങളും. നിങ്ങളിത് എങ്ങോട്ടാ ഈ നേരത്ത്? രുദ്രന്റെ തോളിൽ നിന്നും മെല്ലെ തല്ലി സണ്ണിയെ നോക്കിയൊരു ചിരിയോടെ സിദ്ധു ചോദിച്ചു. ഞങ്ങള് കവലയിലേക്കാ. എന്താ അങ്കിൾ? ബൈക്കിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു രുദ്രൻ. അങ്കിളോ? ഡാഡിന്ന് വിളിക്കടാ. ഇനിയിപ്പോ അങ്ങനെ വിളിക്കാൻ മടിയാണേൽ അച്ഛാന്ന് വിളിച്ചാലും മതി. സിദ്ധു രുദ്രനെ നോക്കി ചിരിയോടെ പറയുമ്പോൾ രുദ്രനും അവനെ നോക്കിയൊരു നേർമയിൽ പുഞ്ചിരിച്ചു. പിന്നെ സ്വന്തം തന്തയെ അച്ഛാന്ന് വിളിച്ചിട്ട് വർഷങ്ങളായി. അപ്പോഴാ ഇനി ഇങ്ങേരെ. സിദ്ധു രുദ്രനും കേൾക്കാതെ സണ്ണി പിറുപിറുക്കുമ്പോൾ അത് ചെറുതായി കേട്ട രുദ്രന്റെ കൈ അവന്റെ തോളിൽ നോവോടെ മുറുകി. "ഇസ്, കൈയെടുക്കടാ!" തോളൊന്നു കുടഞ്ഞ് സണ്ണി പല്ല് കൂട്ടി പഠിച്ചുകൊണ്ട് പറഞ്ഞു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും, എടാ മോനെ, കവലയിൽ നിന്ന് വരുമ്പോ ഇവിടെ ആരും കാണാതെ എനിക്കൊരു സാധനം വാങ്ങി കൊണ്ടുവരൂ. രുദ്രന്റെ കാതോരം വന്ന് സിദ്ധു പറയുമ്പോൾ രുദ്രന്റെ നെറ്റി സംശയഭാവത്തിലൊന്ന് ചുരുങ്ങി. എന്ത് സാധനം? സിദ്ധുവിനെ അത്ര സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചതിന് ഒരു വളിച്ച ചിരി നൽകി സിദ്ധു. ഇത്തിരി വാറ്റ്. പണ്ട് ചെറുപ്പത്തിൽ കുടിച്ചതാ. നാട്ടിൽ വന്നത് മുതൽ അതിന്റെ രുചി വീണ്ടും അറിയാൻ ഒരു കൊതി. കണ്ണു ചുരുക്കി കൈകൊണ്ട് ഇത്തിരി എന്ന് കാണിച്ച് പറയുന്ന സിദ്ധുവിനെ കാണെ വന്ന ചിരി കടിച്ചു പിടിച്ച് അവൻ നോക്കി രുദ്രൻ. ഇത്തിരി മതിയോ? രുദ്രൻ ഒരു കള്ളച്ചിരിയുടെ സിദ്ധുവിനെ നോക്കി ചോദിച്ചു. ഇത്തിരി എന്ന് വെച്ചാ ഒരു 2-3 കുപ്പി കിട്ടിയ സന്തോഷം. സംഭവം ഏറ്റവും എന്ന് മനസ്സിലായതും സിദ്ധുവിന് ആവേശം കൂടി. വാറ്റിപ്പോയി നേരത്തെ കിട്ടാൻ പാടാങ്കിളെ. അല്ല ഡാഡി? പിൻതലയൊന്ന് ചൊറിഞ്ഞ് ഒട്ടും താല്പര്യമില്ലാതെ രുദ്രൻ പറഞ്ഞു. അതൊക്കെ കിട്ടും മരുമോനെ. കള്ളുഷാപ്പിലില്ലെങ്കിൽ ആ വിഷിക്കണി ജാനുവിന്റെ വീട്ടിൽ കാണും. സിദ്ധു പറയുന്ന കേട്ട് രുദ്രനും സണിയും ഒരുപോലൊരു ഞെട്ടലോടെ സിദ്ധുവിനെ അടിമുടി നോക്കി. ഞാൻ നോക്കാം, കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാം. പിന്നെ അതും കൂടി ചലമ്പാവരുത്. ഒരുപാട് ആളുകൾ വരുന്ന ദിവസാ. സണ്ണിയുടെ തോളിലൊന്ന് മെല്ലെ തല്ലി വണ്ടി മുന്നോട്ട് എടുക്കാൻ പറഞ്ഞുകൊണ്ട് രുദ്രൻ സിദ്ധുവിനെ നോക്കി പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു എന്റെ പൊന്നും മോനെ. നീ ആരും കാണാത്ത സാധനം എന്റെ കയ്യിലൊന്ന് എത്തിച്ചു മതി. സിദ്ധു പറഞ്ഞതും ഒരു ചിരിയോടെ സണ്ണിയും രുദ്രനും ഒരുപോലെ തലയാട്ടി. സണ്ണി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ആവേശത്തോടെ കൈകൾ വീശി കാണിച്ച് യാത്രയാക്കി സിദ്ധു. ഇങ്ങനെ നമ്മളെക്കാൾ പിഴയാണല്ലോടാ. നിനക്ക് നല്ലൊരു അമ്മായിയച്ഛനെ മിസ്സായി. ബൈക്കിൽ പോകുമ്പോൾ സിദ്ധുവിന്റെ ചിരിയും സംസാരവും നിൽപ്പുമെല്ലാം ഓർത്തുകൊണ്ട് സണ്ണി പറഞ്ഞതും, കണ്ടിട്ട് നല്ല ഡീസന്റ് ആണേലും ആള് പണ്ട് നമ്മളെക്കാൾ ഉടായിപ്പായിരുന്നടാ അങ്ങേര്. സിദ്ധു അങ്കിളിനെ കുറിച്ച് പറയുമ്പോ അമ്മയ്ക്ക് 100 നാവാ. കാറ്റിൽ പാറി കളിക്കുന്ന മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടന്നും അത് പിന്നിലേക്ക് ഒതുക്കിയവൻ പറയുമ്പോൾ സിദ്ധുവിനെ ഓർത്തൊരു പുഞ്ചിരി രുദ്രന്റെ ചുണ്ടിലുമുണ്ട് ആ സമയം. നീ ഇതെങ്ങോട്ടാ ദേവ ഈ ഇരുട്ടത്ത്? സച്ചുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നടക്കുകയാണ് ദേവ. സമയം ഇപ്പോ രാത്രി 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ കല്യാണ വീട് ഉണർന്നു തന്നെയാണ്. ചിലരൊക്കെ ഉറങ്ങിയെങ്കിലും കുറച്ചുപേര് ഉറങ്ങാതെ എന്തൊക്കെയോ തിരക്കിൽ നടക്കുന്നുണ്ട്. ആരും ഉറങ്ങിയില്ലെന്ന് മനസ്സിലായത് ദേവ സച്ചുവിനെ തിരക്കി അവന്റെ മുറിയിലേക്ക് വന്നത്. ആ റൂമിൽ 5-6 ചെറുപ്പക്കാരിൽ നിന്നും സച്ചുവിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോ ആ മുറിയിൽ നിന്നും തമാശ പറച്ചിലുകളും കളിയാക്കി ചിരികളും ഉയർന്നു കേട്ടിരുന്നു. അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ദേവ സച്ചുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. ഇങ്ങോട്ട് വാ സച്ചുവേട്ടാ, നമ്മുടെ കല്യാണം മുടക്കണ്ടേ? സച്ചുവിന്റെ കയ്യിൽ പിടി മുറുക്കിക്കൊണ്ട് ദേവ പറഞ്ഞു. അത് മുടക്കാനൊന്നും ഇല്ലടി. നിന്നെ ഞാൻ കെട്ടതൊന്നുമില്ല. എന്റെ കയ്യിൽ ഒരു ഐഡിയയും ഉണ്ട്. ആ ഐഡിയയിൽ കല്യാണം എന്തായാലും മുടങ്ങും. നീ പേടിക്കണ്ട. നിന്നെ ഞാൻ സേഫ് ആക്കിക്കോളാം. മുന്നിൽ നടക്കുന്ന ദേവയെ നോക്കി സച്ചു പറഞ്ഞതും, ഓഹോ, എന്താ ആ ഐഡിയ? ഒന്ന് പറഞ്ഞേ. നടത്തം നിർത്തി എളിയിൽ കൈകുത്തി അവനെ നോക്കി ദേവ ചോദിച്ചു. അത് നാളെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞോളാം. എനിക്ക് ദേവയല്ല ലച്ചുവിനെയാണ് ഇഷ്ടം. അവളെ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് സച്ചു പറയുമ്പോൾ ദേവ അവനെ കൂർപ്പിച്ചു നോക്കി. ഓഹോ, നല്ല ഐഡിയ. എന്നിട്ട് ഇങ്ങനെയൊക്കെ സച്ചുവേട്ടൻ പറയുമ്പോ ലച്ചു സച്ചുവേട്ടനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? സച്ചുവിനെ നോക്കി ദേവ ചോദിക്കുമ്പോൾ അവന്റെ മിഴികളൊന്ന് പിടഞ്ഞുപോയി. പറ, എന്ത് ചെയ്യും? അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കാണെ ദേവ വീണ്ടും ചോദിച്ചു. അവള് പറയില്ല ദേവ. ഇന്ന് ഞങ്ങളുടെ കണ്ണിൽ ഞാൻ കണ്ടതാ എന്നോടുള്ള ഇഷ്ടം. എന്നെ നഷ്ടപ്പെടുമോ എന്നോർത്തുള്ള പേടിയും പിടച്ചിലും. അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൾ ഒരിക്കലും എന്റെ സ്നേഹം എതിർക്കില്ല. ഒരു ഉറപ്പോടെ സച്ചു പറഞ്ഞതും അത് സച്ചുവേട്ടൻ ലച്ചുവിനെ അറിയാഞ്ഞിട്ടാ. ഈ കുടുംബത്തിന് വേണ്ടി അവൾ അവളുടെ ജീവിതവും സന്തോഷവും ഒക്കെ മാറ്റിവെക്കും. സച്ചുവേട്ടനെ എതിർക്കും. ഇന്ന് അവൾക്ക് ഏട്ടനോടുള്ള ഇഷ്ടം ഏട്ടൻ അവളെ കൊണ്ട് തന്നെ പറയിക്കണം. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. വീട്ടുകാരുടെ നാട്ടുകാരുടെ ഒക്കെ ഞാൻ പറഞ്ഞോളെല്ലാം. അതിനെങ്ങനെ? അവൾ അച്ഛമ്മയുടെ കൂടെ കിടന്നില്ലേ? ഇനി ഈ നേരത്തൊന്ന് സംസാരിക്കാനും ഇഷ്ടം പറയിക്കാനും അവൾ എങ്ങനെ കിട്ടും? സച്ചു നെറ്റി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ ഇരുട്ടിലേക്ക് കൈ ചൂണ്ടി ഒന്ന് പുഞ്ചിരിച്ചു ദേവ. ദേവ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയവന്റെ മിഴികൾ ദൂരെ ചായ്പിൽ ഇരുട്ടിൽ പേടിയോടെ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടെന്ന് വിടർന്നു. ചെല്ല്,
പോയി അവളുടെ ഇഷ്ടം പുറത്തെടുക്കുക. എന്നിട്ട് നാളെ എല്ലാവരുടെ സമ്മതത്തോടെ സന്തോഷത്തോടെ അവളുടെ കൈ താലി കെട്ടി കൂടെ പൊറപ്പിക്കുക. ഞെട്ടി നിൽക്കുന്ന സച്ചുവിനെ മുന്നോട്ട് തള്ളി ദേവ പറയുമ്പോൾ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ലച്ചുവിന്റെ അടുത്തേക്ക് ഓടിയവൻ. ഇന്ന് ഈ രാത്രി മാത്രം അവന്റെ മുന്നിലുള്ളൂ. ഇന്നിതിനൊരു തീരുമാനമാക്കിയില്ലെങ്കിൽ പിന്നെ അതിനൊരു അവസരം തനിക്ക് കിട്ടില്ല. മുന്നോട്ട് നടക്കുമ്പോൾ അവന്റെ മനസ്സ് അവനോട് പറഞ്ഞു. ആകെ പേടിച്ചു വിറച്ചു നിൽക്കുന്നവളുടെ മുന്നിലേക്ക് സച്ചു വന്നതും പേടിയോടെ അവനെ നോക്കി ലച്ചു. അവൻ ഗൗരവത്തോടെ നോക്കി നിന്നതും ആ നോട്ടം താങ്ങാൻ കഴിയാതെ തലതാഴ്ത്തി നിന്നു ലച്ചു. ലച്ചു, ഇപ്പോഴും നിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലേ? എന്നെ എന്നെ ഇഷ്ടല്ലേ നിനക്ക്? സച്ചു ചോദിക്കുമ്പോൾ കല്യാണം മുടങ്ങിയ ഉണ്ടാവുന്ന ഈ കുടുംബത്തിന്റെ മാനക്കേടാണ് അവൾ ഓർത്തത്. പറ ലച്ചു, എനിക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടല്ലേ? അവൾ രണ്ടു ചുമലും പിടിച്ചു കുലുക്കി അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അവളുടെ മൗനം അവനെ അത്രമേൽ വേദനിപ്പിക്കുന്നുണ്ട്. നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് മറച്ചു വെക്കാൻ എന്നോണം തലതാഴ്ത്തി അവൾ അവനെ നോക്കാതെ ഇല്ലം തലയാട്ടിയതും അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചവൻ. വേദന കലർന്നൊരു പുഞ്ചിരി. ഇത്രയായിട്ട് ഉള്ളിൽ ഇഷ്ടം പറയാതെ നിൽക്കുന്നവളുടെ അവനെന്തിനോ പരിഭവം വന്നു നിറഞ്ഞു. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടാണെന്ന്, പക്ഷെ നീ പറയില്ല. കാരണം നിനക്ക് എന്നെക്കാൾ വലുത്, നിന്റെ സ്നേഹത്തെക്കാൾ വലുത് ഈ വീട്ടുകാരാണെന്ന്. പക്ഷെ നീ ഒന്നോർത്തോ, നാളെ ഈ കല്യാണം നടക്കില്ല. കല്യാണ വേഷത്തിൽ സച്ചിൻ നിൽക്കണമെങ്കിൽ എന്റെ പാതിയെ ഈ ലക്ഷ്മി ഉണ്ടാവണം. അല്ലെങ്കിൽ നാളെ ഈ തറവാട് കുളത്തിൽ കല്യാണ വേഷവും അണിഞ്ഞ് എന്റെ ശവം പൊങ്ങും. ജീവിതകാലം മുഴുവൻ ഒന്നെ ഓർത്ത് നീ കരയും. എന്റെ സ്നേഹം മനസ്സിലാക്കാത്ത നിനക്ക് അതാണ് ഞാൻ തരാൻ പോകുന്ന ശിക്ഷ. ആദം പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ആഞ്ഞവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ലച്ചു. അവൻ അവളെയും അവൾ പിടിച്ച കയ്യിലേക്കൊന്ന് നോക്കി. അവനെ നോക്കി നിറമിഴികളോട് വേണ്ട തലയാട്ടിയതും ഞാൻ പറഞ്ഞതാ പെണ്ണെ, ഞാൻ ചെയ്യും. നാളെ തറവാട് കുളത്തിൽ എന്റെ ശവം. സച്ചു ബാക്കി പറയും മുന്നേ അവന്റെ നെഞ്ചിലേക്ക് വീണ് എല്ലാം മറന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു ലച്ചു. അതിലുണ്ടായിരുന്നു അവൾ ഇത്രയും കാലം അവൾ ഒളിപ്പിച്ചു വെച്ച പ്രണയവും വേദനയും നോവുമെല്ലാം. അവൾ ഇറുകെ കെട്ടിപ്പിടിച്ച് പുഞ്ചിരിയുടെ ദൂരെ നിൽക്കുന്നവളോട് വിരലുകൾ കൂട്ടിപ്പിടിച്ച് തള്ളവിരൽ പൊക്കി എന്ന് കാണിച്ചു അവൻ. ദേവയുടെ ചുണ്ടിലും ഒരു ചിരി തെളിഞ്ഞു. സച്ചു അത്ര ഇഷ്ടത്തോടെ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അത്രേ സ്നേഹത്തിൽ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ മനസ്സിലെ സംഘർഷം മാറി അവിടെ ഒരു മഞ്ഞുമഴ പെയ്യുന്നറിഞ്ഞു അവൻ. അവനെയും തടയാൻ പോലും ആവാതെ അവന് വിധേയപ്പെട്ട് ലച്ചുവും. രുദ്രൻ എന്ന ചാരായവും ആരും കാണാതെ കുടിക്കാൻ വേണ്ടി ചായ്പിലേക്ക് വന്ന സിദ്ധുവച്ചൻ കാണുന്നത് ഈ കാഴ്ചയാണ്. മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ പകച്ചു നിന്ന് അയാളുടെ ശരീരത്തിലെ ബലം നഷ്ടമാവും പോലെ തോന്നി. നിശബ്ദതയെ ഭേദിച്ച ഒരു വലിയ ശബ്ദത്തോടെ അയാളുടെ കയ്യിലെ കുപ്പി ഊറും നിലത്തേക്ക് വീണതും ഒന്നും അറിയാതെ പരസ്പരം സ്നേഹിച്ചു നിന്ന സച്ചുവും ലച്ചുവും ഒരു ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി. അവിടെ തങ്ങൾ അത്രയും ദേഷ്യത്തോട് നോക്കി നിൽക്കുന്ന ഡാഡിയെ കാണെ പേടിയോടെ ഉമിഞ്ഞിറക്കി സച്ചു. ഡാഡി, എനിക്ക് സച്ചു അയാളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു തുടങ്ങും മുന്നേ സിദ്ധുവിന്റെ ബലിഷ്ഠമായ കൈകൾ സച്ചുവിന്റെ മുഖത്ത് ആഞ്ഞു പതിച്ചിരുന്നു. നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഇപ്പോഴും മാറിയില്ലേടാ? നിനക്ക് ദേവയെ അത്രയ്ക്ക് ഇഷ്ടാണ്, ഇനി ഒരിക്കലും മറ്റൊരു പെൺകുട്ടിയെ തമാശയ്ക്ക് പോലും നോക്കിയില്ല എന്നൊക്കെ എനിക്ക് വാക്ക് തന്നിട്ടല്ലേടാ ഈ കല്യാണത്തിന് ഞാൻ എല്ലാവരും സമ്മതിപ്പിച്ചത്? എന്നിട്ട് നീ എന്തായി കാണിക്കുന്നേ? രണ്ട് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കുന്നോടാ? സച്ചുവിന്റെ കോളറിൽ പിടിച്ചു കുലുക്കി അത്രയും ദേഷ്യത്തിൽ സിദ്ധു പറയുമ്പോൾ സച്ചുവിനായി പിറകിൽ നിന്ന ലച്ചു പേടിച്ച് കരഞ്ഞു തുടങ്ങിയിരുന്നു. ഡാഡി, ഞാനൊന്ന് പറയുന്ന കേൾക്ക്. സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് തലങ്ങും വിലങ്ങും അടികൊള്ളുന്നതിനിടെ എങ്ങനെയൊക്കെയോ തന്റെ കാര്യം പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സച്ചു. എന്നാൽ സമയം അതൊന്ന് കേൾക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു സിദ്ധു. എല്ലാവരും കൂടി സന്തോഷത്തോടെ നടത്താനിരുന്ന നാളത്തെ വിവാഹം, അതിനിടയിൽ ഇങ്ങനെ ഒരു കാഴ്ച അയാൾക്ക് സഹിക്കാൻ കഴിയുന്നതേയില്ല. സച്ചുവിന്റെ മുഖത്ത് പലയാവർത്തി സിദ്ധുവിന്റെ കൈ പതിഞ്ഞു. പേടിയോടെ വായ പൊത്തിപ്പിടിച്ച് കരഞ്ഞു ലച്ചു. അടുക്കളയ്ക്ക് പിറകിൽ ഇരുട്ടിൽ നിന്നും ഉറക്കെയുള്ള ചീത്തിവിളികളും ശബ്ദവും കേൾക്കെ വീട്ടിൽ ഉറങ്ങാതെ ഇരുന്ന പലരും അങ്ങോട്ടെത്തിയിരുന്നു. സച്ചുവിനെയും ലച്ചുവിനെയും തനിയെ വിട്ട് അടുക്കളയിലേക്ക് നടന്ന ദേവയും ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടിയെത്തി. സച്ചുവിന്റെ മുഖത്തേക്ക് വീണ്ടും അടിക്കാനായി കൈ വീശുന്ന സിദ്ധുവിനെ കാണെ കാറ്റുപോലെ അവരുടെ അടുത്തേക്ക് പാഞ്ഞു ദേവ. സച്ചുവിന്റെ മുഖത്തേക്ക് അടുത്ത അടി വീഴും മുന്നേ സച്ചുവിനും സിദ്ധുവിനും ഇടയിലായി കയറി നിന്നു ദേവ. ഇനി സച്ചുവേട്ടനെ അടിക്കരുത് അങ്കിൾ. ഇത്രയും കാലം കണ്ട കുട്ടിത്തം മാറി പക്വതയോടെ തന്നെ നോക്കി പറയുന്ന ദേവയെ കാണെ സിദ്ധുവിന്റെ നെറ്റിയും ചുളിഞ്ഞു. മോളെ, നീ മാറി നിൽക്ക്. ഇവൻ എന്താ ചെയ്തെന്ന് അറിയും നിനക്ക്? നിന്റെ ജീവിതം വെച്ച് അവൻ കളിച്ചത്. തന്റെ മുന്നിൽ നിൽക്കുന്ന ദേവ പണ്ടത്തെ സീതയാണെന്ന് വരെ തോന്നിപ്പോയ നിമിഷം സിദ്ധുവിന്. എനിക്കെല്ലാം അറിയാം. ലച്ചുവിനോട് സംസാരിക്കാൻ വേണ്ടി ഞാനാ സച്ചുവേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദേവ പറയുന്ന കേൾക്കെ സിദ്ധു മാത്രമല്ല, ശബ്ദം കേട്ടി ഓടി വന്ന ഇന്ദ്രനും സീതയും വീട്ടിലെ ബാക്കിയുള്ളവരും എല്ലാവരും ഒരു ഞെട്ടലോടെ അവരെ നോക്കി. സച്ചുവിന് പിന്നിൽ നിന്നും പൊട്ടിക്കയറുന്ന ലച്ചുവിന്റെ നോട്ടം മുഴുവൻ സിത്തുവമ്മയ്ക്കും അച്ഛനിലുമാണ്. യാതൊന്നും പറയാനില്ലാതെ അവരുടെ തലയും താഴ്ന്നു പോയിരുന്ന ആ നിമിഷം
താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന കുറ്റബോധം അവളുടെ ഉള്ളിൽ കിടന്ന് നീറുമ്പോഴും തങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ദേവയെ നന്ദിയോടെ ഒരു നിമിഷം നോക്കി ലച്ചു. ലച്ചു പൊട്ടിക്കരയുന്ന കാണേ വേഗം അവളുടെ അടുത്തേക്ക് വന്നു സിത്തോമ്മ. ഒരു താങ് കിട്ടിയതുപോലെ സിത്തോമ്മയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞ് ലച്ചു അവളുടെ തോളിൽ മെല്ലെ തട്ടി ആശ്വസിപ്പിച്ചു. സിത്തു ഒരു അമ്മയുടെ സ്ഥാനം ഭംഗിയായി നിറവേറ്റി. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാങ്കിൽ ലച്ചുവിനെ ദേവയായി തെറ്റിദ്ധരിച്ചതാ സച്ചുവേട്ടൻ. അങ്ങനെ ഈ കല്യാണാലോചന ഇതുവരെ എത്തിയത്. അവൾക്കും സച്ചുവേട്ടന് ഇഷ്ടാ. എല്ലാരും കൂടെ അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. ദേവ സിദ്ധുവിനെ നോക്കി പറയുമ്പോൾ സിദ്ധു സച്ചുവിനെ അത്രയും ദേഷ്യത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണ് മാറിയ കാര്യം ഇത്രയും കാലം എന്താ അവൻ പറയാഞ്ഞത്? പറ സച്ചു, നിനക്ക് എന്ത് എന്നോട് പറയാനുള്ള ഫ്രീഡം ഞാൻ തന്നിട്ടില്ലേ? എന്നിട്ടും എന്താ ഈ കാര്യം മാത്രം നീ എന്നോട് മറച്ചു വെച്ചത്? നാളെ ഇനി നീ നിനക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ വിവാഹം ചെയ്തു എന്ന് തന്നെ വെച്ചോ. അപ്പോ ദേവയുടെ കല്യാണം കൂടാൻ വരുന്ന നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ ഇവരെന്ത് പറയും? ഇന്ദ്രേട്ടനെ സീതയും നാണം കെടുത്തി നീ ആരുടെ കഴുത്തിൽ താലി കെട്ടില്ല സച്ചു. എന്റെ കൊക്കിന് ജീവനുള്ള കാലം അതിന് ഞാൻ സമ്മതിക്കില്ല. ഉറപ്പോടെയുള്ള സിദ്ധുവിന്റെ വാക്കുകളേക്കാൾ തങ്ങളുടെ പൂച്ചക്കുട്ടിയായിരുന്ന മകൾ ഇത്ര ആളുകൾക്കിടയിൽ നിന്ന് സിദ്ധുവിനോട് വാദിക്കുന്നത് കണ്ടാണ് ഇന്ദ്രന് സീതയും ഞെട്ടിയത്. ഞാൻ ആ പറഞ്ഞത് പെട്ടെന്നൊന്നും ആരോടും പറയണ്ട, എല്ലാവരെയും സാവധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കുക എന്ന്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റിയില്ല. സിദ്ധുവിനെ നോക്കി ഒട്ടും പതർച്ചയില്ലാതെ ദേവ പറയുമ്പോൾ ചുറ്റും കൂടി നിന്ന് എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി. സച്ചു, നാളെ യാമിയുടെ രുദ്രന്റെ വിവാഹം, അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്ക്. ഇത്രയും നേരം സന്തോഷത്തോടെ കളിച്ചു ചിരിച്ചു നിന്ന രാധ വിങ്ങിപ്പൊട്ടി ഇപ്പോ കരയുന്ന ഒരു പരുവത്തിൽ നിൽക്കുന്നത് കാണേ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് സിദ്ധു പറഞ്ഞതും, അച്ഛാ, ഞങ്ങളുടെ വിവാഹം നടന്നാൽ ഒരിക്കലും എനിക്ക് സച്ചുവേട്ടനും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. പരസ്പരം ഇഷ്ടമുള്ളവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടേ? അപ്പോ സച്ചുവേട്ടനും ലച്ചു അല്ലേ ഒരുമിക്കേണ്ടത്? സിദ്ധു അങ്കിളോടൊന്ന് പറയച്ചാ. ഇന്ദ്രന്റെ അടുത്തേക്ക് വന്ന് കയ്യിൽ മുറുകെ പിടിച്ച് ദേവ പറയേ. സിദ്ധു. ഗാംഭീര്യത്തോടുള്ള ഇന്ദ്രന്റെ ശബ്ദം കേൾക്കെ എല്ലാരും ഇന്ദ്രനെ നോക്കി നിന്നു. സിദ്ധു ആ സമയം ഇന്ദ്രനെ നോക്കി. നാളെ പറഞ്ഞ മുഹൂർത്തത്തിൽ നിന്റെ മകൻ സച്ചിൻ ഞങ്ങൾ ലച്ചുമോളുടെ കഴുത്തിൽ താലി കെട്ടണം, മനസ്സിലായല്ലോ? ഇന്ദ്രൻ പറയുമ്പോൾ അവനെ എതിർക്കാൻ കഴിയാതെ നിമിഷം നിസ്സഹായനായി നിന്നു സിദ്ധു. കരഞ്ഞുകൊണ്ടിരുന്ന ലച്ചു ഒരു നിമിഷം ഇന്ദ്രനെയും സിദ്ധുവിനെയും നോക്കി നിന്നു. കൺമുന്നിൽ കാണുന്ന ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ യാമി നിൽക്കുമ്പോൾ തന്റെ അനിയത്തി ആരെയും ഭയക്കാതെ കാര്യങ്ങൾ പറയുന്നത് ചെറുചിരിയോടെ നോക്കി നിൽക്കുകയാണ് രുദ്രൻ. ഇന്ദ്രേട്ടാ, ദേവ, അവളുടെ വിവാഹം. സിദ്ധു പറയാൻ തുടങ്ങിയതും, അവളുടെ വിവാഹം നാളെ അമ്പലത്തിൽ 3 വിവാഹം നടക്കും. ഇവരുടെ ഒക്കെ ഒപ്പം തന്നെ എന്റെ ദേവയുടെ വിവാഹം നടക്കും. ഇന്ദ്രൻ പറയുന്ന കേൾക്കെ മറ്റേരെക്കാളും കൂടുതൽ ഞെട്ടിയത് ദേവയാണ്. അച്ഛാ, ഒരു പകപ്പോടെ ദേവ വിളിച്ചതും, നിനക്കെന്നെ വിശ്വാസമുണ്ടോ മോളെ? ആ ഒരൊറ്റ ചോദ്യത്തിന് ഇന്ദ്രനെ കണ്ണെടുക്കാതെ നോക്കി ഉണ്ടൻ തലയാട്ടിയവൾ. എന്നാ എന്റെ മോള് പോയി കിടന്നോ. എന്റെ കുഞ്ഞിന്റെ മനസ്സ് അച്ഛ വിഷമിപ്പിക്കില്ല. വാക്ക്. അവളുടെ കവിളിലൊന്ന് തട്ടി നെറുകയിലൊന്ന് മുത്തി ഇന്ദ്രൻ പറയേ. അച്ഛനെ ഒന്ന് പറഞ്ഞു തടയാൻ കഴിയാതെ മൗനം പാലിച്ചു ദേവ. തനിക്കായി അച്ഛൻ ആരെയാണ് വരനായി കൊണ്ടു നിർത്തുന്നത് എന്ന് പോലും അറിയാതെ അവളുടെ ഉള്ളം വിങ്ങി. ലച്ചുവും ദേവയും യാമിയും ഒരു മുറിയിൽ കിടന്നു. രാവിലെ നേരത്തെ എണീക്കേണ്ടതല്ലേ? ഒന്നും മിണ്ടാതെ എല്ലാവരും നോക്കി നിൽക്കുന്ന കാണെ പെട്ടെന്ന് സീത പറഞ്ഞതും ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് യാമിക്കൊപ്പം നടന്നു ദേവ. നടക്കുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന രുദ്രനെ നോക്കി യാമി. കൈകൾ പിണച്ച് കെട്ടി തന്നെ നോക്കി എല്ലാം പറഞ്ഞതുപോലെ എന്ന് 2 കണ്ണും ചിമ്മി കാണിച്ചവൻ. അതിന് സമ്മതമായും തലയാട്ടി കാണിച്ച് യാമി ലച്ചുവിന്റെയും ദേവയുടെയും കൂടെ അകത്തേക്ക് നടന്നു. ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നടി കോപ്പേ? മനുഷ്യൻ ടെൻഷൻ അടിച്ച് ചത്തു. അടുക്കളവാതിൽ പതിയെ തുറന്നു വന്ന യാമിയുടെ കയ്യിലെ ബാഗ് പിടിച്ചു വാങ്ങി അവളെ ദേഷ്യത്തോടെ നോക്കി രുദ്രൻ. അത്രയും പതിയാണ് പറയുന്നെങ്കിലും അവന്റെ ദേഷ്യം മുഴുവൻ അവന്റെ മുഖത്തും കണ്ണിലും തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ലച്ചുവും ദേവയൊന്നും ഉറങ്ങണ്ടേ? എന്നാലല്ലേ എനിക്ക് വരാൻ പറ്റൂ. ഇരുട്ടിലേക്ക് നടന്നകലുന്നവന്റെ പിറകെ നടന്ന് അവൾ പറയുമ്പോൾ അവളെയും തിരിഞ്ഞു കൂർപ്പിച്ചു നോക്കി രുദ്രൻ. നീയും വരുന്നുണ്ടോ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ? കയ്യിലെ സിഗരറ്റ് ആഞ്ഞു വലിച്ച് മുന്നോട്ട് നടക്കുന്നവന്റെ കൂടെ നടക്കാൻ പാടുപെട്ടുകൊണ്ട് ഈ ആമി ചോദിച്ചതും, ഇല്ല, അവന്മാർ ആ പാടത്തിനപ്പുറം നിൽക്കുന്നുണ്ട്. അവിടെ വരെ നിന്നെ കൊണ്ടുപോയി വിടണം. വേഗം വരാൻ നോക്ക്, ഇപ്പൊ തന്നെ വൈകി. ആരേലും കണ്ട നമ്മുടെ തല പോകും. തന്റെ കൂടെ നടക്കുന്നവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ആഞ്ഞു നടന്നു അവൻ. ഒന്ന് നിന്നേ. കുളപ്പടവും കഴിഞ്ഞ് മുന്നോട്ട് നടക്കുന്നവരെ പിടിച്ചു നിർത്തിയത് പിന്നിൽ നിന്ന് കേട്ട ശബ്ദമാണ്. പിന്നിലേക്ക് തിരിയാതെ തന്നെ അതാരാണെന്ന് 2 പേർക്കും മനസ്സിലായി. പക്ഷെ ഈ സമയത്ത് എന്ത് പറയും? എങ്ങോട്ട് പോവാണെന്ന് പറയും? രുദ്രന്റെ കൈ യാമിയുടെ കയ്യിൽ മുറുകി. രുദ്ര, യാമി. തിരിഞ്ഞു നോക്കാൻ നിൽക്കുന്നവരെ ഗൗരവത്തോടെ വീണ്ടും വിളിച്ചവർ. 2 കൽപ്പിച്ച് എന്തും വരട്ടെ എന്നൊരു ചിന്തയോടെ രുദ്രനും യാമിയും തിരിഞ്ഞു നോക്കിയതും കൈകൾ പിണച്ചു കെട്ടി തങ്ങളെ അത്രയും ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന സീതയെ കാണെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു 2 പേരും. എന്നാൽ സീതയുടെ നിൽപ്പും നോട്ടം ഭാവവും കാണെ വന്ന ചിരി എങ്ങോ മാഞ്ഞു പോയിരുന്നു. കുളപ്പടവുകൾ കയറി സീതയുടെ അടുത്തേക്ക് ഇന്ദ്രൻ കൂടെ വന്നതും രുദ്രനും യാമിയും പരസ്പരം ദയനീയമായും നോക്കിപ്പോയി.
മനസ്സിന് അസ്വസ്ഥതയുള്ള സമയത്തും അച്ഛനും അമ്മയ്ക്കും മാത്രം ഇത്തിരി സമയം വേണമെന്ന് തോന്നുന്ന സമയത്തുമെല്ലാം ഈ കുളപ്പടവിലേക്ക് വന്ന് ഒരുപാട് സമയം അവർ ഇരിക്കാറുണ്ട്. ചെറുപ്പത്തിൽ ഞാനും ദേവയും കൂടെ പിന്നാലെ കൂടും. ഒത്തിരി സമയം സംസാരിച്ച് തമാശ പറഞ്ഞ് പരസ്പരം ആശ്വാസമെങ്കിലും അങ്ങനെ കുറച്ച് സമയം. പക്ഷേ ഇന്ന് അവരിവിടെ ഉണ്ടാവും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല രുദ്രൻ. എങ്ങോട്ടാ രണ്ടാളും? സീതയുടെ ചോദ്യമാണ് രുദ്രനെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. അത് അത് പിന്നെ ഒരു നൈറ്റ് ഡ്രൈവ്. അതിനു വേണ്ടി. മനസ്സിൽ ആ സമയം തോന്നിയ പച്ചക്കള്ളം സീതയുടെ മുഖത്തേക്ക് നോക്കിയാൻ പറയുമ്പോൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ബാഗിലേക്കാണ് സീതയുടെ നോട്ടം ചെന്നെത്തിയത്. ഇന്ദ്രൻ രുദ്രനെ നോക്കി. ആ മുഖവും നിൽപ്പും കാണേ ഇന്ദ്രന് മനസ്സിലായിരുന്നു ഈ പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന്. എന്നിട്ട് ഈ വഴി എങ്ങോട്ടാ? നിന്റെ ബൈക്ക് എവിടെ? രണ്ടാളുടെ മുഖത്തേക്ക് നോക്കി സംശയഭാവത്തോടെ സീത ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ നിന്ന് പരിങ്ങി അവർ. ബൈക്കിൽ ബൈക്കിലല്ല, നടന്നിട്ടാ. നീ പാട വരെ ചുമ്മാ ഒന്ന് നടക്കാൻ. മുഖത്തെ പതർച്ച മറച്ച് ഒരു പുഞ്ചിരി വരുത്തി രുദ്രൻ. ഇനിയിപ്പോ ഈ നേരത്തെ എങ്ങോട്ടും പോകണ്ട. ഇനിയാകെ 2-3 മണിക്കൂറെ ഉറങ്ങാൻ പറ്റൂ. പോയി കുറച്ചു നേരം കിടന്നുറങ്ങാൻ നോക്ക്. ഇന്ദ്രൻ പറയുന്ന കേൾക്കി സീതയെ നോക്കി രുദ്രൻ. അച്ഛൻ പറയുന്ന കേൾക്ക് രുദ്ര. നാളെ മുതൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ രണ്ടാളും പൊക്കോ. ഇപ്പൊ പോയി കിടന്നുറങ്ങാൻ നോക്ക്. സീത കൂടെ പറയുന്ന കേൾക്കെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവന്. വാ. യാമിയെ നോക്കി അത്രയും പറഞ്ഞു രുദ്രൻ അവരെ മറികടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ യാമിയും അവന് പിന്നാലെ അകത്തേക്ക് നടന്നു. ബാഗൊക്കെ ആയിട്ട് ഇവരെന്താ ഒളിച്ചോടി പോവായിരുന്നോ? രുദ്രന്റെ കയ്യിലുള്ള ബാഗ് കാണെ ഇന്ദ്രൻ സ്വയം പറഞ്ഞ് അകത്തേക്ക് നടക്കുമ്പോൾ ഇന്ദ്രനെയും അകത്തേക്ക് നടക്കുന്നവരെയും നോക്കി നിന്നു സീത. അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ടും മണ്ഡപത്തിൽ ബാക്കിയുള്ള സദ്യയും പാർട്ടിയും എന്നായിരുന്നു കല്യാണം ഉറപ്പിച്ചപ്പോഴേ തീരുമാനിച്ചത്. എല്ലാവരുടെ അനുഗ്രഹം വാങ്ങി യാമിയും ദേവയും ലച്ചുവും അമ്പലണ്ട നടയിൽ നിന്നും കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. താലി കെട്ടുന്നതിന്റെ അവസാന നിമിഷത്തിലെങ്കിലും ഇതൊന്നും മുടങ്ങിപ്പോയിരുന്നെങ്കിലെന്ന് യാമി പ്രാർത്ഥിക്കുമ്പോൾ താൻ കാരണം ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരാളെ ദേവയ്ക്ക് വിവാഹം കഴിക്കേണ്ടി വരുന്ന സങ്കടത്തിലായിരുന്നു ലച്ചു. ദേവ കണ്ണുകൾ അടച്ചു നിൽക്കുന്നുണ്ടെങ്കിലും എന്താണ് താൻ ഇനി പ്രാർത്ഥിക്കേണ്ടതെന്നറിയാതെ മനസ്സ് ശൂന്യമായി നിന്നു അവൾ. ദേവ മിഴികൾ മെല്ലെ തുറന്നും ആദ്യം കാണുന്നത് ഋഷിയാണ്. ആൾക്കൂട്ടത്തിൽ ഒരു അന്യനെ പോലെ ദൂരെ മാറി തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവൻ. അവളുടെ ഹൃദയം എന്തിനോ വിങ്ങി. ആ നിമിഷം അവന്റെ ഹൃദയം നോവെന്നറിഞ്ഞിട്ടോ അതോ തന്റെ ഹൃദയത്തിൽ നിന്നും അവനെ പറിച്ചു മാറ്റാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തോ അവളുടെ മുന്നിലെ കാഴ്ച നഷ്ടപ്പെടും പോലെ അവളുടെ മിഴികളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. അപ്പോഴും ദൂരെ നിൽക്കുന്നവനിൽ നിന്നും നോട്ടം മാറ്റിയതേ ഇല്ല അവൾ. അവൻ ഇന്നലെ ചെയ്ത ഓരോ പ്രവൃത്തിയും ഓർക്കെ അവനോട് ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷേ എന്തിനോ തന്റെ ഹൃദയം നോവുന്നു. മറ്റൊരുത്തന്റെ അവൻ പോകുന്ന ഈ സമയത്തും അവനെ ഓർത്ത് തന്റെ ഉള്ളം പൊള്ളിപ്പിടയുന്നു. ഋഷിയുടെ 2 കണ്ണുകളും ആകെ ചുവന്നു പോയിട്ടുണ്ട്. ഇന്നലത്തെ ഉറക്കമില്ലാത്ത രാത്രിയും കുടിച്ച മദ്യത്തിന്റെ തളർച്ചയും മുന്നിൽ കുറച്ച് സമയത്തിന് ശേഷം മറ്റൊരുവന് സ്വന്തമാവാൻ നിൽക്കുന്നവളും എല്ലാം കൊണ്ടും അവനാകെ തകർന്നു പോകുന്നു. ഇങ്ങനൊരു കാഴ്ച കാണാൻ താനില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിന്നവനെ സിത്തുവമ്മ ഒത്തിരി നിർബന്ധിച്ചാണ് കൊണ്ടുവന്ന് നിർത്തിയത്. 3 പേരും ഒരേപോലെ സെറ്റ് സാരിയും മുല്ലപ്പൂവും ചൂടി ഒരു നാടൻ പെൺകുട്ടിയുടെ വേഷത്തിലാണ് നിൽക്കുന്നത്. ഇനി വരന്മാർ മുന്നിലേക്ക് കയറി നിൽക്കുക. അമ്പലത്തിലെ പൂജാരി പറയുമ്പോൾ പുഞ്ചിരിയുടെ ലച്ചുവിനടുത്തേക്ക് നിന്നു സച്ചു. വെള്ളമുണ്ടും കസുവിന്റെ ക്രീം കളർ ഷർട്ടും ആണവന്റെ വേഷം. തന്റെ പ്രണയം സ്വന്തമാവുന്നതിന്റെ സന്തോഷം മുഖം അത്രയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒട്ടും താല്പര്യമില്ലാത്ത ഭാവത്തിൽ യാമിക്കടുത്തേക്ക് രുദ്രൻ നീങ്ങി നിൽക്കുമ്പോൾ പുഞ്ചിരി ഏതുമില്ലാതെ പരസ്പരം നോക്കി 2 പേരും. സച്ചുവിനെ പോലെ രുദ്രനും കസുവിന്റെ ഒരു ക്രീം കളർ ഷർട്ടും മുണ്ടുമാണ് വേഷം. ഒരുങ്ങിയിറങ്ങി അവൻ വരുമ്പോൾ ഇന്ദ്രനോളം തലയെടുപ്പും പ്രൗഢിയും ആ ഇളമുറ തമ്പുരാനും ഉണ്ടെന്ന് അവരുടെ പലരും അടക്കം പറയുന്നുണ്ട്. എന്റെ ഈ കൈകൊണ്ട് രുദ്രന്റെ അടുത്തായി നിൽക്കുമ്പോൾ അവൻ പണ്ട് പറഞ്ഞ വാക്കുകൾ കാതിൽ വീണ്ടും വീണ്ടും കേൾക്കും പോലെ തോന്നി യാമിക്ക്. തനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ഈ കല്യാണം മുടങ്ങുമെന്ന് മനസ്സ് അവളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും നാവിന്റെ ആരോ കെട്ടിയിട്ട പോലെ തോന്നി പറയാനോ തടുക്കാനോ കഴിയാതെ യാമി എല്ലാവരും നോക്കി പുഞ്ചിരി വരുത്തിയപ്പോൾ ഇന്ദ്ര, ദേവമോളുടെ ചെക്കൻ എവിടെ? കൂട്ടത്തിൽ തലമൂത്ത കാർന്നോരിൽ ഒരാൾ ചോദിക്കുമ്പോൾ നിറഞ്ഞുന്ന കണ്ണുനീർ കവിളിലേക്ക് ഒഴുകിയത് അവള് പോലും അറിയാതെയാണ്. ആരും കാണാതെ കണ്ണുനീർ അവൾ തുടച്ചു മാറ്റുമ്പോൾ അവളുടെ മിഴികൾ അനുസരണയില്ലാതെ വീണ്ടും അവനെ തേടിയെത്തി. ആ കണ്ണുകൾ നിറയുന്നതും കണ്ണിൽ നിന്നും കണ്ണട എടുത്ത് ആ മിഴികൾ തുടച്ചു മാറ്റി വീണ്ടും ആ കണ്ണട കണ്ണിലേക്ക് തന്നെ വെച്ച് ഗൗരവത്തോടെ നിൽക്കുന്നവനെ കാണേ എന്നെ വേണം എന്നുള്ളവൻ ആണെങ്കിൽ ഇനിയെങ്കിലും എല്ലാവരോടും ഒന്ന് പറഞ്ഞൂടെ അവന്? അതോ ഇന്നലത്തെ പോലെ തന്റെ ശരീരം മാത്രമാണോ അവന് വേണ്ടത്? ആ ചോദ്യം അവളെയും അവളുടെ ഹൃദയത്തെയും വല്ലാതെ പിടിച്ചുലച്ചു. ആ നിമിഷം പിന്നീട് അവൾ കരഞ്ഞില്ല, അവനെ നോക്കിയില്ല. ഇനിയുള്ളതെന്തും തന്റെ വിധിയാണ്.
അച്ഛൻ ആരെ മുന്നിൽ നിർത്തുന്നു അവരുടെ കൂടെയായിരിക്കും മരണം വരെ തന്റെ ജീവിതം. മനസ്സ് കല്ലാക്കി ദേവ മനസ്സിൽ ഉറപ്പിച്ചു. ലച്ചു കാരണം ഇന്നലെ ഏട്ടൻ ഒരുപാട് വിഷമിച്ചു കാണും. ഇനി നീയായിട്ട് എന്റെ ഏട്ടനെ എല്ലാവരുടെ മുന്നിലും തലതാഴ്ത്തി നിൽക്കാനുള്ള ഇടവരുത്തരുത് എന്ന അമ്മയുടെ ആവശ്യമാണ് അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ദേവിയുടെ ചെക്കൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ അപ്പു ഡോക്ടറെ? ഒരു ചിരിയോടെ അപ്പു അച്ഛനോട് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ചെറിയൊരു ചിരിയോടെ തലയാട്ടി കാണിച്ചു അപ്പു. എന്നാ സമയം കളയാതെ എന്റെ മരുമോൻ ഇങ്ങോട്ട് വിളിച്ചു വാടോ. അപ്പുവിന്റെ തോളിലും തട്ടി ഇന്ദ്രൻ പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി എല്ലാവരും. അപ്പുമാമ ആൾക്കൂട്ടത്തിലേക്ക് നടക്കുന്നത് കാണേ ഒന്നും മനസ്സിലാവാതെ ദേവയും ലച്ചുവും യാമിയും നിൽക്കുമ്പോൾ സച്ചുവിന്റെ മിഴികൾ ദേവയിലേക്ക് മാത്രം എത്തി നിന്നു. താൻ ആഗ്രഹിച്ച പോലെയുള്ള ജീവിതം അവൾ തനിക്ക് നൽകുമ്പോൾ അവൾക്ക് വേണ്ടി താൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അവന്റെ മിഴികൾ നന്ദിയോടെ സീതയിലും ഇന്ദ്രനിലും എത്തി നിന്നു. സീതയുടെ ചൊടിയിലും ഇന്ദ്രന്റെ ചൊടിയിലും ഒരുപോലെ കുസൃതിച്ചിരി തത്തി കളിച്ചിരുന്നു ആ നിമിഷം.